മിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും അടിസ്ഥാന കാരണം ഇന്ന് ശാസ്ത്രം തെളിയിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നമാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം? ഒരു ഡോക്ടറിൻ്റെ മുന്നിൽ പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇൻറ്റേർണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ്. അല്ലെങ്കിൽ രോഗമുള്ളവർ, ന്യൂമോണിയ ഉള്ളവർ, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരെയൊക്കെ അഡ്മിറ്റ് ചെയ്ത് കിടത്തിൽ ചികിത്സിക്കുന്നതിനിടയിൽ അവരുടെ പരിശോധിച്ച് നോക്കുമ്പോൾ പലർക്കും ജനറൽ എക്സാമിനേഷൻ എന്ന് പറയും, അതായത് തല മുതൽ കാല് വരെയുള്ള പരിശോധനകൾക്കിടയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ അരയുടെ വണ്ണം, അല്ലെങ്കിൽ തൊലിയിലുള്ള നിറവ്യത്യാസങ്ങൾ, കഴുത്തിന് ചുറ്റാകെയുള്ള കറുത്ത പാടുകൾ, വയറ് വീങ്ങിയിരിക്കുന്ന പ്രകൃതം, കഴുത്തിൻ്റെ പുറകുവശമൊക്കെ ഇങ്ങനെ തടിച്ച് ഇരിക്കുന്ന ഒരു പ്രകൃതം, പിന്നെ കണ്ടാൽ അമിതവണ്ണം തോന്നുന്നില്ലെങ്കിൽ പോലും വയറ് മാത്രം ചാടി വരിക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ പല ചോദ്യങ്ങളും പേഷ്യൻറ്റിനോട് ചോദിക്കും. 2024 നമ്മൾ ഇപ്പോൾ ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് കൂടുതൽ അസുഖ വിവരങ്ങൾ ചോദിക്കുന്നത് പോലും ചിലപ്പോൾ പേഷ്യൻസിനും കൂട്ടിരിപ്പുകാർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പലർക്കും ഡോക്ടറെ ന്യൂമോണിയയ്ക്ക് മാത്രം ചികിത്സിച്ചാൽ പോരെ, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷന് മാത്രം ചികിത്സിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ചികിത്സിക്കുന്നത് എന്ന് പോലും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാരണം പല അസുഖങ്ങൾക്ക് ഡയബറ്റീസുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഈ ഡയബറ്റീസിന് ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ടെന്നും നിങ്ങളുടെ ശരീരം ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള അവസ്ഥയാണെന്നും ഇത് നിങ്ങൾ കാര്യക്ഷമമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രമേഹമുള്ളൊരവസ്ഥയിൽ എത്താതെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇല്ല. അത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും പല പേഷ്യൻസിനും ഇല്ല. അല്ലെങ്കിൽ തന്നെ പറയാൻ ശ്രമിക്കുന്ന ഡോക്ടറെ സംശയത്തോടുകൂടി കാണും. എന്തിനാണ് ഈ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മരുന്ന് തരാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താനാണോ ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് എന്നുള്ള സംശയങ്ങൾ പോലും ഇന്ന് പൊതുസമൂഹങ്ങളിൽ, പ്രത്യേകിച്ചും ഒരു അസുഖവുമായി വരുമ്പോൾ മറ്റൊരു അസുഖത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ പറയാതെ തന്നെ കണ്ടുപിടിക്കുന്ന ചില ലക്ഷണങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് തോന്നാം. കാരണം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും അതിനകത്ത് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നാം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തന്നെ ഇന്ന് പേഷ്യൻസിന് പലർക്കും ആശ്ചര്യമുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈ ഡോക്ടറുടെ ഉദ്ദേശത്തെ സംശയിക്കാം. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. പ്രമേഹമുണ്ടാകാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്നിട്ടുള്ള പല ഘടകങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ പല ഘടകങ്ങളിൽ അബ്നോർമാലിറ്റി ഉള്ളത് കാരണം ഉണ്ടാകുന്ന പല കുഴപ്പങ്ങളുണ്ട്. അതുള്ളത് കാരണം ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാകാം, രക്തസമ്മർദ്ദം കൂടാം, ട്രൈഗ്ലിസറൈഡ്സ് കൂടാം, യൂറിക് ആസിഡ് കൂടാം, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സ്ഥിരീകരിക്കാം? അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും ഫാസ്റ്റിംഗ് ഇൻസുലിനും നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിയ ശേഷം ഹോമിയോസ്റ്റാറ്റിക് മോഡൽ ഫോർ അസസ്മെൻറ്റ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹോമോ IR എന്ന് പറയുന്ന ഒരു ഫോർമുല നോക്കുന്നത് നല്ലതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൂടുതലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെ കണക്ക് കൂട്ടാം എന്നുള്ളത് ഞാൻ ലിങ്കിൽ കൊടുക്കുന്നതാണ്. അതുപോലെ അടുത്തത് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത ശേഷം അതിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവും HDLൻ്റെ അളവും തമ്മിലുള്ള അനുപാതം, അല്ലെങ്കിൽ ഒരു റേഷ്യോ ഒന്ന് നോക്കുക. ആ റേഷ്യോ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് ഇത് 3 മേലെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. അതുപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ അളവ് അമിതമായി കൂടിയിട്ടുണ്ടെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഇൻസുലിൻ ഇൻഡെക്സ് ഉണ്ട്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് ഇല്ലേ എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഫാസ്റ്റിംഗ് ഇൻസുലിൻ 20 മേലാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. മറിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം മനസ്സിലായ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നാം അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തന്നെ പോകണം. എപ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കുള്ള ഊന്നൽ വേണ്ടതുപോലെ വരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും പ്രമേഹം പോലുള്ള അസുഖങ്ങളെല്ലാം കാട്ടുതീ പോലെ പടർന്നു കയറുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള
ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ കഴിഞ്ഞ 40 കൊല്ലങ്ങളായി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശരാശരി ആഹാരത്തിൻ്റെ അളവ് നോക്കുമ്പോൾ ഒരു ദിവസം പോലും ഒരു പക്ഷേ ഒരു സാധാരണ മലയാളി കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന കാലറി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കുറവാകത്തില്ല. അപ്പോൾ 40 കൊല്ലവും നിങ്ങൾ കാലറി അമിതമായ രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് മിക്ക ആളുകൾക്കും അത് സത്യമായ ഒരു കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാലറി കുറച്ചുകൂടെ. കാലറി കുറയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ഇതുവരെ എന്ത് കഴിച്ചിരുന്നു, നാളെ അതിൻ്റെ ഒരു 1/3 ഭാഗം അങ്ങ് മാറ്റുക. 1/3 ഭാഗം ആഹാര സാധനം നിങ്ങൾ കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക. കാരണം ഇതൊരു കടുത്ത തീരുമാനമല്ലേ ഡോക്ടർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ നിങ്ങൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രമിച്ചു എങ്കിലും, ആഹാരം കുറച്ചു, എക്സസൈസ് ചെയ്തു, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ പോലും, പക്ഷേ ഈ പറയുന്ന ഒരു പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കാണും. നിങ്ങൾക്ക് ഇപ്പോൾ 40 വയസ്സാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 1/3 ഭാഗം, അതായത് എത്രത്തോളം കാലറി കഴിക്കുന്നോ അതിൻ്റെ 1/3 ഭാഗം ഒരു ദിവസം ഒഴിവാക്കാൻ ശീലിക്കുക. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 2500 കാലറിയാണ് കഴിക്കുന്നതെങ്കിൽ കുറഞ്ഞതൊരു 850 കാലറി എങ്കിലും ഒരു ദിവസം കുറയ്ക്കാൻ ശ്രമിക്കണം. ആ കുറച്ച കാലറീസ് എല്ലാം രാവിലെ 9-നും വൈകുന്നേരം 7-നും ഇടയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 9-നും രാവിലെ 9 മണിക്ക് കഴിച്ചു തുടങ്ങുന്നു, വൈകുന്നേരം 7 മണിക്ക് കഴിച്ചു നിർത്തുന്നു. ഇതിനിടയിലുള്ള സമയം നിങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ കാലറിയുടെ അളവ് 1/3 ഭാഗമായി കുറയ്ക്കുകയും ആ കുറച്ച കാലറിയെ നാം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണിക്കുള്ളിലാണ് കഴിക്കുന്നത്. ഈ രീതിയിൽ തുടർന്നു പോകുക എന്ന് കേൾക്കുമ്പോൾ പലർക്കും തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ നല്ല ഒരു ഇച്ഛാശക്തിയോടു കൂടി, മനസ്സാന്നിധ്യത്തോടു കൂടി നാം പരിശ്രമിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ കൂടെ ഒരു വ്യായാമവും നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും. അതുമാത്രമല്ല, പ്രീ ഡയബറ്റീസ് പോലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രീ ഡയബറ്റീസിൽ നിന്ന് മാറാൻ സാധിക്കും. അതുവഴി നിങ്ങൾ കൂടുതൽ മെറ്റബോളിക്കലി ഹെൽത്തി ആകാം. ഇതിനോടൊപ്പം ഒരു പോയിൻ്റ് കൂടി ഞാൻ ചേർക്കുകയാണ്. പലരും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാൾക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തി നോക്കിക്കഴിയുമ്പോൾ എല്ലാം നോർമലായി കാണും. ബ്ലഡ് ഗ്ലൂക്കോസ് നോർമലായിരിക്കാം, ഒരു പക്ഷേ കൊളസ്ട്രോൾ നോർമലായിരിക്കാം, ഫാറ്റി ലിവറിൻ്റെ ചെറിയ ലക്ഷണങ്ങളുണ്ടാകാം. ഇതല്ലാതെ യൂറിക് ആസിഡ് അല്പം കൂടി കണ്ടാൽ പോലും മറ്റു പ്രശ്നങ്ങളോ ശാരീരികമായി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാകില്ല. പക്ഷേ ആ ഒരു സന്ദർഭത്തിലും എല്ലാ ടെസ്റ്റും നോർമലായി കണ്ടാൽ പോലും വീട്ടിൽ പോയി ഒരു ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് ഒന്ന് പൊക്കിളിൻ്റെ ലെവലിൽ തന്നെ മൊത്തം ഒന്ന് അളന്ന് നോക്കുക. ആ അളന്ന അളവ് സ്ത്രീകൾക്ക് 85 സെൻറ്റിമീറ്ററിന് മേലെ ആണെങ്കിലും പുരുഷന്മാർക്ക് 95 സെൻറ്റിമീറ്ററിന് മേലാണെങ്കിലും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകാം നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കൂ. ടെസ്റ്റ് നടത്തി ടെസ്റ്റിൽ കുഴപ്പം ഉണ്ടാകുന്നത് വരെ കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചുവടുകൾ സ്വയം മനസ്സിലാക്കി നിങ്ങൾ രംഗത്ത് വന്നാൽ മാത്രമേ ഈ പടർന്നു പിടിക്കുന്ന ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും ഡയബറ്റീസിനെ കുറിച്ചും ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചുമെല്ലാം ഞാൻ ഈ ചാനലിൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഫലപ്രദമാകുന്നതാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഡോർ അടയ്ക്കുമ്പോൾ ഒന്ന് പതുക്കെ അടയ്ക്കാം. ഒരു പടക്കമാണ് പൊട്ടിയത്. ഡഫാദേ ഓഫി റെക്കോർഡ് സിംഗിൾ ടേക്ക്. ആ സൗണ്ട് പാത്രത്തിൻ്റെ സൗണ്ടാ. ഡേ ഇതിന് എന്താണ്